കേരളത്തിന്റെ നെല്ലറയിലെത്തിയ പ്രധാനമന്ത്രിക്ക് സമ്മാന പെരുമഴ. NDA സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പാലക്കാടെത്തിയ മോദിക്ക് സമ്മാന പെരുമഴ. ഭഗവാൻ ശ്രീകൃഷ്ണ വിഗ്രഹം മുതൽ ചെണ്ട വരെ നിരവധി സമ്മാനങ്ങളാണ് മോദിക്ക് അണികൾ നൽകിയത്. ചെണ്ട കൊട്ടി പ്രധാനമന്ത്രി അണികളെ ആവേശത്തിലാഴ്ത്തുകയും ചെയ്തു. കേരളം മാറ്റത്തിന്റെ പാതയിൽ, പാലക്കാട് BJP കേരളത്തിലേക്കുള്ള കവാടമെന്നുമാണ് മോദി വിശേഷിപ്പിച്ചത്. കോട്ടമൈതാനത്തെ പൊതുവേദിയിൽ നിറഞ്ഞ പ്രവർത്തകർക്ക് ആവേശമായി മലയാളത്തിലാണ് മോദി പ്രസംഗം ആരംഭിച്ചത്. കേരളത്തിൽ മാറ്റത്തിന് തുടക്കമായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. NDAക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഇതിന് തെളിവാണ്. കേരളത്തിലെ സ്ത്രീ സമൂഹം NDAക്കൊപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. വികസനം മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും മാറാത്തത് ഇനി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൽപ്പാത്തിയെ കാശിയോട് ഉപമിച്ച മോദി വാരണാസിയിൽ നിന്നുള്ള അംഗമായ തനിക്ക് പാലക്കാട് ഏറെ പ്രിയപ്പെട്ടതാണെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇടത് വലത് മുന്നണികൾ കേരളത്തെ പിന്നോട്ടടിച്ചു. BJP അതിവേഗ വികസനം കേരളത്തിൽ കൊണ്ടുവരുമെന്നും പറഞ്ഞു. BJP വരുന്നതിനെ ഇരു മുന്നണികളും ഭയക്കുന്നുവെന്നും CPM-ഉം കോൺഗ്രസും തിരഞ്ഞെടുപ്പിൽ കഥകൾ ഉണ്ടാക്കുന്നുവെന്നും ആരോപിച്ചു. മാത്രമല്ല, ഡീൽ ആരോപണത്തിൽ പ്രതികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിറ്റാണ്ടുകളായി UDF-ഉം LDF-ഉം കേരളത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു കോൺഗ്രസുകാർ BJP-യുടെ B ടീമാണെന്ന്. എന്നാൽ കോൺഗ്രസുകാരും ഇതേ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ BJP A ടീമായി മാറുകയാണ്. രണ്ട് മുന്നണികളും ഭയക്കുന്നത് BJP-യെയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. NDA അധികാരത്തിൽ വന്നാൽ മുൻ സർക്കാരുകളുടെ ചെയ്തികളെ കുറിച്ച് അന്വേഷണം നടത്തും. BJP NDA സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും മോദി വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന സീറ്റുകളിലൊന്നാണ് പാലക്കാട് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം നടത്തിയത്. ഹെലികോപ്റ്റർ മാർഗം പാലക്കാട് മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങിയ പ്രധാനമന്ത്രിയെ വൻ ജനക്കൂട്ടമാണ് സ്വീകരിച്ചത്. അവിടെ നിന്നും വാഹന വ്യൂഹത്തിൽ അദ്ദേഹം കോട്ടമൈതാനത്തേക്ക് വരികയായിരുന്നു. മിഷൻ സ്കൂൾ ജംഗ്ഷൻ മുതൽ SBI ജംഗ്ഷൻ വരെ റോഡിന് ഇരുവശവും തിങ്ങി നിറഞ്ഞ പ്രവർത്തകരെ അദ്ദേഹം റോഡ് ഷോയിലൂടെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. റോഡ് ഷോയ്ക്ക് ശേഷം കോട്ടമൈതാനിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. കേരളത്തിലേക്ക് എത്തുന്നതിന് മുൻപ് പ്രധാനമന്ത്രി X-ൽ മലയാളത്തിൽ കുറിച്ച കാര്യങ്ങൾ രാഷ്ട്രീയ ശ്രദ്ധ നേടിയിരുന്നു. കേരളത്തിലെ പൊതുമനോഭാവം NDAക്ക് അനുകൂലമാണെന്നും LDF UDF മുന്നണികളുടെ ഭരണത്തിൽ ജനങ്ങൾ അതൃപ്തരാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമായിരിക്കുമെന്നും അദ്ദേഹം മലയാളത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ ജനങ്ങളുടെ മനോഭാവം NDAക്ക് അനുകൂലമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. LDF-ന്റെയും UDF-ന്റെയും ഭരണത്തിൽ ജനങ്ങൾ അതൃപ്തരാണെന്നും മോദി പറഞ്ഞു. പ്രധാനമന്ത്രി X-ൽ മലയാളത്തിൽ പങ്കുവച്ച സന്ദേശത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വൈകിട്ട് 4:30 തൃശൂർ സ്വരാജ് റൗണ്ടിൽ നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും. സ്വരാജ് റൗണ്ടിൽ ജില്ലാ ആശുപത്രി പരിസരം മുതൽ ബിനി ടൂറിസ്റ്റ് ഹോം വരെയുള്ള 900 മീറ്റർ ദൂരത്തിലാണ് റോഡ് ഷോ. വരും ദിവസങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രചാരണത്തിനെത്തും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.